ഹലോ കൂട്ടുകാരെ, മാവ് പരത്തണ്ട കുഴയ്ക്കണ്ട. ഒരു കുപ്പിയും മൈദയും ഒരു മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടൊരു നൂൽപ്പൊറോട്ട ഉണ്ടാക്കാം. ഭയങ്കര ഈസിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നൂൽപ്പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഇനി ഇതിലും എളുപ്പ വഴി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ആയതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും കാണുന്ന രീതിക്കുള്ള ഉറുമ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്കൊരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പാല് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഞാൻ ഉണ്ടാക്കിയ പോലെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും. പാല് ചേർക്കാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കറിയില്ല അതെങ്ങനെ വരുന്നുള്ളത്. കാരണം ഞാൻ അതുവരെ അതിനെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ചീശ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മാവ് ലൂസാക്കി എടുക്കാം. ദോശമാവിൻ്റെ അത്ര കട്ടിയാവണ്ട, അതിനൊക്കെ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി കൊടുക്കുക. ഭയങ്കര വെള്ളം പോലെ ആവരുത്, ചെറുതായിട്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുപ്പി എടുത്തിട്ട് അതിലെന്തെങ്കിലും പപ്പടം കുത്തിയോ അതിൻ്റെ ബാക്ക്കൊണ്ടാണ് ഞാൻ ഇവിടെ ചൂട് വെച്ചിട്ട് ഓട്ട ഉണ്ടാക്കി കൊടുക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലൊരു ഓട്ട ഉണ്ടാക്കി കൊടുക്കുക. ഒരു ഫണൽ വെച്ച് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാവും. ഒരു തുള്ളി പോലും പുറത്തു പോകാതെ കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ കുപ്പിയിൽ നിറച്ചെടുക്കണം. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്കൊരു പാൻ ചൂടായതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അമ്മയാണ് അതുപോലെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അമ്മ ചെയ്ത പോലെ അത്രയും കട്ടിക്ക് ചുറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് ഭയങ്കര കട്ടി കുറഞ്ഞു പോയി, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട്. ഇതാകുമ്പോൾ നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ നൂൽപ്പൊറോട്ട. ബാക്കിയൊക്കെ അമ്മ ഉണ്ടാക്കിയതാണ്. കണ്ടില്ലേ, ഇത്രയും തിക്നെസ്സിൽ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി നൂൽപ്പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു ചേട്ടൻ ചെയ്യുന്ന കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പി അതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.